കോട്ടയത്തെ ഹർത്താൽ അനുകൂലികൾ KSRTC ബസ് സ്റ്റാൻഡ് ഉപരോധിക്കുകയാണ്. ഇപ്പോഴും KSRTC മുന്നിലെ ഹോട്ടലുകളും കടകളും അവരെ അടപ്പിക്കുന്നുണ്ട്. നിരവധി യാത്രക്കാർ ഈ ബസ്സുകളിലൊക്കെ അവർക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷൻ കാത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ടോബി ജോൺസൺ വീണ്ടും നമുക്കൊപ്പം ചേരും. ഈ കടകളൊക്കെ അടയ്ക്കാൻ ഹർത്താൽ അനുകൂലികൾ നിർബന്ധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ വ്യാപാരി വ്യവസായികൾ കടകൾ അടയ്ക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ നിർബന്ധമായി കടകൾ അടപ്പിക്കുകയാണ്. നിതിൻ രാജിന് നീതി ലഭിക്കാൻ വേണ്ടി 42ഓളം ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലാണ് കോട്ടയത്ത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹോട്ടലുകളും കടകളും ഒക്കെ നിർബന്ധമായി അവരെ അടപ്പിക്കുന്ന ദൃശ്യങ്ങൾ. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഈ ഗതാഗതം തടസ്സപ്പെടില്ലെന്നും അതുപോലെ വാഹനങ്ങൾ തടയില്ലെന്നും കടകമ്പോളങ്ങൾ അടയില്ലെന്നും ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ സ്ഥിതി അതല്ലല്ലോ. തീർച്ചയായിട്ടും SKN അങ്ങനെ അതിനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു ഒരു കണക്കുകൂട്ടലായിരുന്നു പല ആളുകൾക്ക്. പക്ഷേ അങ്ങനെയല്ല. സമരം ശക്തമായി തന്നെ ഈ ഹർത്താൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ ഈ സമരം 6 മണിക്ക് തുടങ്ങിയ ആ സമയം മുതൽ തന്നെ പ്രവർത്തകർ വഴിയിലുണ്ടായിരുന്നു. നമ്മൾ കണ്ടത് കോട്ടയം ഗാന്ധി സ്ക്വയറിലാണ്. അവിടെ സെൻട്രൽ ജംഗ്ഷനാണ്. ഗാന്ധി സ്ക്വയറിൽ ശക്തമായ രീതിയിൽ രാവിലെ തന്നെ പ്രവർത്തകരെത്തി വാഹനങ്ങൾ തടയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് ഈ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തി വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കോട്ടയം നഗരത്തിലൂടെ നടത്തുകയാണ്. അതിനിടയിലാണ് ചില സംഭവങ്ങൾ ഉണ്ടായത്. ഒന്ന്, കേരള ബാങ്കിന്റെ ഒരു ശാഖ തിരുനക്കരയിൽ തുറന്ന് പ്രവർത്തിച്ചു രാവിലെ. അത് പ്രവർത്തകർ എത്തി പൂട്ടിച്ചു. അതിനുശേഷമാണ് അവിടെ നിന്നും KSRTC ഭാഗത്തേക്ക് പ്രകടനമായി പ്രവർത്തകർ എത്തിയത്. അവിടെ റിലയൻസിന്റെ ഒരു സ്മാർട്ട് തുറന്നു വെച്ച് രാവിലെ തന്നെ തുറന്നിരുന്നു. അതും പ്രവർത്തകർ അടപ്പിച്ചു. അതിനുശേഷമാണ് KSRTC സ്റ്റാൻഡിലേക്ക് എത്തിയത്. KSRTC സ്റ്റാൻഡിൽ നിരവധി ആളുകളും ബസ്സുകളും ഉണ്ടായിരുന്നു. സർവീസ് നടത്തുന്നതിന് വേണ്ടി ബസ്സുകൾ എത്തിയിരുന്നു. അതുപോലെ തന്നെ യാത്രക്കാരും നിരവധി പേരുണ്ടായിരുന്നു. സർവീസ് നടത്താൻ പാടില്ല എന്ന് അവിടെയുള്ള ആളുകളോട് ബന്ധപ്പെട്ട KSRTC ജീവനക്കാരോടൊക്കെ പ്രവർത്തകർ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ KSRTCയിൽ സർവീസ് നടത്താതെ തടഞ്ഞതിന് ശേഷമാണ് തൊട്ടടുത്തുള്ള ഹോട്ടലുകൾ കൂടി അടപ്പിക്കുന്ന സ്ഥിതിയിലേക്ക്. അവിടെ ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. അത് പ്പിക്കാനുള്ള ശ്രമമാണ്. നേരിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്കും ഒരു വാക്കുതർക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. നിലവിൽ സംഘർഷത്തിലേക്കോ മറ്റോ ഒന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പോലീസുണ്ട്. കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ ഇവിടേക്ക് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ സംഘർഷങ്ങളിലേക്കൊന്നും പോയിട്ടില്ലെങ്കിലും ശക്തമായ രീതിയിൽ തന്നെ ഹർത്താൽ കോട്ടയത്ത് പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ നടത്തുന്ന സമരങ്ങൾ പോലെയോ അല്ലെങ്കിൽ ഹർത്താൽ പോലെയോമല്ല. ഇത്തവണ ശക്തമായി നമുക്കറിയാവുന്ന പോലെ CSDS പോലെയുള്ള സംഘടനകളൊക്കെ കോട്ടയം ജില്ലയിൽ അതീവ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് തന്നെയാണ് ഈ ഹർത്താൽ പോകുന്നത്. ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ ഹർത്താൽ പലയിടങ്ങളിലും പൂർണ്ണമാണ്. പലയിടങ്ങളിലും ചില സംഭവങ്ങൾ, റോഡ് തടയുന്ന സംഭവങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമരാനുകൂലികൾ കടകൾ അടപ്പിക്കുന്നതിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ കടകളടക്കം പാസ്പോർട്ട് ഓഫീസാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ സമീപത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട്. അവിടേക്ക് അവിടെ ചെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. കടകൾ അടയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹ്യുണ്ടായുടെ ഒരു ഷോറൂമാണ്. അവിടേക്ക് പ്രവർത്തകർ കയറാനുള്ള ശ്രമമാണ്. അപ്പോൾ പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടെ പാസ്പോർട്ട് ഓഫീസ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കയറാൻ സാധിക്കില്ല എന്ന് പ്രവർത്തകർ പറയുന്നു. അവരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയൊരു പ്രകടനം തന്നെയാണ്. നേരത്തെ സണ്ണിയം കബിക്കാട് അടക്കമുള്ളവർ എത്തി ഉദ്ഘാടനം ചെയ്ത പ്രകടനമാണ്. ആ പ്രകടനമാണ് ഇപ്പോൾ TB റോഡിന് കോട്ടയം TBക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സമീപത്തുള്ള എല്ലാ ഷോറൂമുകളും കടകളും പൂർണ്ണമായും അടയ്ക്കണമെന്നൊരു ആവശ്യമാണ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. പോലീസ് ഇപ്പോൾ തടയുന്ന അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും പ്രവർത്തകർ തടയാൻ ശ്രമിക്കുകയും പോലീസ് അവരെ പിന്തിരിപ്പിച്ച് വിടുന്ന കാഴ്ചകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പാസ്പോർട്ട് ഓഫീസിന് സമീപത്താണ് ഇപ്പോൾ പ്രവർത്തകർ എത്തി നിൽക്കുന്നത്. ഇവിടെ ഹുണ്ടായുടെ ഒരു ഷോറൂം കൂടി തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.